കമ്മ്യൂണിസ്റ്റ് ഉള്ളവർക്ക് പ്രതിപക്ഷ നേതാവ് ഉണ്ടോ? ആരാ ചൈനയിലെ പ്രതിപക്ഷ നേതാവ്? ആരാ ക്യൂബയിലെ പ്രതിപക്ഷ നേതാവ്? പറ. ഞാനൊക്കെ കോളേജിലും സ്കൂളിലും പഠിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിക്കാർ പ്രസംഗിക്കും, ബംഗാളിലേക്ക് നോക്കൂ, ബംഗാളിലേക്ക് നോക്കാ. നോക്കി ഞങ്ങള് എന്താ കാണുന്നതെന്നറിയോ? കോഴിമുട്ട വട്ടപ്പൂജ. എടാ ഇവിടെ ജീവിക്കുമ്പോ ഇവിടത്തെ കാര്യം പറഞ്ഞ വിഷജന്തു. ക്യൂബയിലേക്കും ചൈനയിലേക്കും പോണേ എന്തിനാ? ഇവിടത്തെ കാര്യം പറയാനൊന്നും ഇവന്മാരെ ഫ്രണ്ടിലിരിക്കുന്ന ആ സാധനം അങ്ങ് പൊങ്ങൂല. മൈക്ക് നിങ്ങൾ ഇങ്ങനെ ആയത് ആളുകളെ കൊന്നിട്ടാ. നിങ്ങൾ ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കുത്തുപാള എടുത്തത്, സോവിയറ്റ് യൂണിയനിൽ കിഴക്കൻ യൂറോപ്പിലൊക്കെ കുത്തുപാള എടുത്തത് കൂട്ടക്കൊല ചെയ്തിട്ടാ. കമ്മ്യൂണിസ്റ്റ് ഉള്ളവർക്ക് പ്രതിപക്ഷ നേതാവുണ്ടോ? എടാ ഈ കുറഞ്ഞ കാലം കൊണ്ട് എത്ര എണ്ണത്തിനെ നീയൊക്കെ തമ്മി തല്ലിച്ചു കൊന്നടാ. മതത്തിന്റെ പേരിൽ വർഗീയത പറഞ്ഞ് പശു നിന്റെയൊക്കെ അമ്മയാണെന്ന് പറഞ്ഞ എത്ര എണ്ണത്തിനെ കൊന്നു കളഞ്ഞു. പ്രതിപക്ഷ പാർട്ടിയും പ്രതിപക്ഷ നേതാവും ഉള്ള രാജ്യമാണിത്. കുറഞ്ഞ കാലം കൊണ്ട് നരഹത്യ, വംശഹത്യ ഇവിടെ നടത്തിയിട്ടുണ്ട് ഇവന്മാര്. 800ഓളം പേരെ ഈ രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ കൊന്നൊടുക്കിയെന്ന് സുരേഷ് ഗോപി പറഞ്ഞല്ലോ. ഗുജറാത്ത് കലാപത്തിൽ മരിച്ചത് 970ഓളം മനുഷ്യരാണ്. അത് കൂട്ടബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകൾ ഉൾപ്പെടെ വായിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച കുട്ടികൾ വരെ. മുസ്ലിമും ക്രിസ്ത്യനും കമ്മ്യൂണിസ്റ്റുകാരനും ആഭ്യന്തര ശത്രുക്കളാണെന്ന് പഠിപ്പിക്കുന്ന ഏത് രാജ്യമുള്ളേ? മനുഷ്യനെ തമ്മിലടിപ്പിച്ച് കൊല്ലുന്ന നികൃഷ്ട ജീവികൾ കേരളത്തിൽ വാ തുറക്കല്ല്, ശബ്ദം പൊങ്ങൽ ഇവന്റെ ഒന്നും. കാരണം വിഷത്തിന് അടിമപ്പെടാത്ത ഒരു ജനത ഇവിടെയുണ്ട്. മനുഷ്യനെ തമ്മിലടിപ്പിക്കാൻ മാത്രം പള്ളികളും മോസ്കുകളും പൊളിച്ചു. ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഒരു സംഘടന നിങ്ങൾ രൂപീകരിച്ചോ? ഇതുപോലുള്ള വർഗീയ വിഷ ജന്തുക്കളെ അടുപ്പിക്കല്ലേ. ഇവന്മാര് നമ്മളെ നശിപ്പിക്കും, നമ്മുടെ നാട് മുടിപ്പിക്കും.